ഇന്നത്തെ ചിന്തയ്ക്കായി 2 കൊരിന്ത്യർ ലേഖനം 10-ാം 4-5 വാക്യങ്ങൾ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. വീണ്ടും അപ്പോസ്തലൻ പൗലോസ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചുള്ള യഥാർത്ഥത്തിലുള്ള സ്പിരിച്വൽ വാർഫെയർ, ആത്മീയ യുദ്ധം, അതിൽ മാനുഷിക ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും അല്ലെങ്കിൽ ഭൗതിക മണ്ഡലത്തിൽ കാണുന്ന മണ്ഡലത്തിൽ ഉള്ള പോരാട്ടങ്ങളെ കുറിച്ചല്ല. അത് കേവലം മാംസരക്തങ്ങൾ, സ്നേഹബന്ധങ്ങൾ, അല്ലെങ്കിൽ പരസ്പരം നമ്മളോട് അടുത്തിടപഴകുന്ന ഇനിയും സൗഹൃദങ്ങൾക്ക് പുറത്ത് ശത്രുതയോട് ഇടപെടുന്ന മനുഷ്യർ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ, മറ്റു മതസ്ഥർ എന്നിവരോടുള്ള നമ്മുടെ മനോഭാവം പോലും തെറ്റായ രീതിയിൽ ഉണ്ടാകരുതെന്ന് പൗലോസ് വളരെ നിഷ്കർഷിക്കുന്ന ഒരു പാസേജാണ് ഈ ഭാഗങ്ങൾ. അവിടെ അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നത് പോരാട്ടമുണ്ട്, നമ്മുടെ പോരിന്റെ ആയുധങ്ങളുമുണ്ട്. പക്ഷേ ജഡത്തിൽ നമുക്ക് യുദ്ധമില്ല. വ്യക്തികളോട് അല്ലെങ്കിൽ മറ്റ് പ്രിയപ്പെട്ടവരോട്, അയൽവാസികളോട്, നമ്മൾ ഇനിയും ശത്രുക്കൾ എന്ന് പറയുന്നവരോട് പോലും നമുക്ക് തിരിച്ച് പ്രതിവിധിയോ ഇനി മറ്റ് വിമർശനങ്ങളോ അവർക്കെതിരെയുള്ള ആരോപണങ്ങളോ കുറ്റപ്പെടുത്തലുകളോ അവരെ അപമാനിക്കുവാനോ ഒന്നും ഒരു ദൈവത്തിനെ സംബന്ധിച്ച് ജഡത്തിലല്ല ഒരു ആത്മീകന്റെ പ്രതികരണം. അവിടെ പറയുന്നു, നാം ഒരിക്കലും ജഡപ്രകാരം പോരാടുന്നില്ല. എന്താണ് അതിനർത്ഥം? നമ്മുടെ യുദ്ധം ആത്മമണ്ഡലങ്ങളിലാണ്. നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ വാർഫെയർ ആണ്. അവിടെ നമുക്ക് പോരാടുവാനുള്ള ആത്മീയ ആയുധങ്ങളുണ്ട്. ഇവിടെ പൗലോസ് സത്യവും തെറ്റും തമ്മിലുള്ള ഒരു യുദ്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ദൈവം വെളിപ്പെടുത്തിയ സത്യത്തിനും മനുഷ്യരുടെ തെറ്റുകളും തമ്മിലുള്ള ഒരു യുദ്ധത്തെക്കുറിച്ച് പ്രസ്താവിക്കുകയാണ്. ക്രിസ്തുവിന്റെ സത്യത്തെ നശിപ്പിക്കുക എന്നതാണ് ലോകം എപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവ മക്കളുടെ ലക്ഷ്യം തെറ്റിനെ ഇല്ലാതാക്കി എല്ലാവരെയും ക്രിസ്തുവിന്റെ അനുസരണത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നതാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ആരംഭ ഭാഗത്ത് പറഞ്ഞ പോലെ ഈ ലോകത്തിന്റെ ആയുധങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ദൈവദാസന്മാരുടെ അല്ലെങ്കിൽ ദൈവമക്കളുടെ ആയുധങ്ങൾ. വിശ്വാസികൾ എല്ലാവരും ജീവിക്കുന്നത് ഈ ലോകത്തിൽ തന്നെയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മുടെ ആയുധങ്ങൾ ലോകപ്രകാരമുള്ളവയല്ല. എന്താണ് ലൗകികമായ ആയുധങ്ങൾ? അവ ബലപ്രയോഗമോ അല്ലെങ്കിൽ ആക്രമണങ്ങളോ ഉപായസൂത്രങ്ങളോ പ്രക്ഷോഭണങ്ങൾ, യുക്തിസഹമായ വാദപ്രതിവാദങ്ങളോ, ചതിവ്, വഞ്ചനകള്, മത്സരം, വ്യവഹാരം മുതലായ ലൗകികമായ ലോകപ്രകാരമായ പ്രതിവിധികളെ നാം അറിയുന്നവരാണ്. ഞാൻ ഒരു കാര്യം വളരെ തറപ്പിച്ച് വ്യക്തമാക്കാം. ഈ പറഞ്ഞവയൊന്നും ദൈവികമല്ല. പാപത്തിൽ വീണുപോയ മനുഷ്യന്റെ സഹജമായ പാപ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരുന്നവയാണ് ഈ ലോകത്തിന്റെ ആയുധങ്ങൾ. എഫേസ്യ ലേഖനം 6:17 വാക്യം പഠിക്കുമ്പോൾ വിശ്വാസികൾക്ക് സർവായുധ വർഗമുണ്ട്. അവ ആത്മീയ ആയുധങ്ങളാണ്. അവിടെ നാം കാണുന്നത് സത്യത്തോടും നീതിയോടും കൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന ദൈവത്തിന് എപ്പോഴും സർവായുധ വർഗത്തിന്റെ സംരക്ഷണമുണ്ട്. ദൈവത്തോടുള്ള അനുസരണം, സത്യസന്ധത, വിശ്വസ്തത, ആത്മാർത്ഥത, സ്നേഹത്തിൽ സത്യം സംസാരിക്കുക, ജീവിത വിശുദ്ധി, ഇവയെല്ലാം ഒരു മഹാനായ സൈനികന്റെ ആയുധങ്ങളാണ്. ഈ ആയുധങ്ങൾക്ക് ദൈവശക്തി ഉണ്ട്. ഇതിനാൽ സാത്താന്റെ ശക്തി ദുർഗങ്ങളെയും എല്ലാ തിന്മകളെയും അവിശ്വാസത്തിന്റെ കോട്ടകളെയും മനുഷ്യന്റെ എല്ലാ തത്വചിന്തകളെയും എല്ലാ മതപരമായ കപട ആശയങ്ങളെയും ജ്ഞാനത്തിനു വേണ്ടിയുള്ള എല്ലാ നാട്യങ്ങളെയും ദൈവത്തിന്റെ സത്യത്തിനെതിരായ എല്ലാ വാദങ്ങളെയും ചിന്തകളെയും ഇടിച്ചു തകർക്കുവാൻ, ഇല്ലാതാക്കുവാൻ ദൈവത്തിന്റെ ആയുധങ്ങൾക്ക് കഴിയും. എന്താണ് പറയുമ്പോഴേ, ഈ ലോകത്തിൽ നാം കണ്ണോടിക്കുമ്പോൾ ഇവിടെ നാം കാണുന്നത് സത്യവും തെറ്റും തമ്മിലുള്ള ഒരു വലിയ യുദ്ധം. മനുഷ്യന്റെ എല്ലാ തത്വചിന്തകളും ആശയ സംഹിതകളും മതപരമായ അഭിപ്രായങ്ങളും ജ്ഞാനത്തിനു വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും ഇതിനെയെല്ലാം കണ്ടുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നു, ഇതിനെ പിടിച്ചടക്കി ന്യായവിധിക്കായ ക്രിസ്തുവിന്റെ പാദങ്ങളിൽ എത്തിക്കുന്ന ഒരു പൗലോസ് അപ്പോസ്തലന്റെ ഉറച്ച സാക്ഷ്യം. സ്വന്തം മനസ്സും ചിന്തയും മാത്രമല്ല, അവൻ പഠിച്ച സത്യത്തിന് അനുസൃതമായി എല്ലാ മനുഷ്യരുടെയും മനസ്സും ചിന്തയും ദൈവപുത്രന് വിധേയപ്പെട്ടിരിക്കണമെന്ന് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു. അപ്രകാരം ക്രിസ്തുവിനെ അനുസരിക്കുവാൻ സന്നദ്ധരായ മനസ്സുകളിൽ മാത്രമേ അവൻ അംഗീകരിക്കുവാൻ കഴിയുന്ന ചിന്തകൾ ഉണ്ടാകൂ എന്ന് നമുക്ക് ഉറപ്പായി കാണുവാൻ കഴിയും. പ്രാകൃത മനുഷ്യന്റെ മനസ്സും പാപം നിറഞ്ഞതാണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഡിവോഷനിൽ ഈ വാക്യങ്ങൾ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുവാൻ കഴിയട്ടെ. നാം ജഡശരീരത്തിലാണ് ജീവിക്കുന്നത് എങ്കിൽ കൂടി ക്രിസ്തീയ പോരാട്ടങ്ങൾ ജഡപ്രകാരമോ ജഡത്തിന്റെ ലക്ഷ്യങ്ങൾക്കനുസൃതമായോ ഒരിക്കലും ആകരുത്. ക്രിസ്തീയ പോരിന്റെ ആയുധങ്ങൾ അത് മാനുഷികമോ ജഡികമോ അല്ല. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരിക്കലും ഒരു ക്രൈസ്തവൻ ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് ക്രിസ്തീയ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി പോകുമ്പോൾ വാളുകളോ തോക്കുകളോ മറ്റേതെങ്കിലും ആയുധങ്ങളോ കരുതുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല. ജഡത്തിന്റെ യാതൊരു വിധമായ ആയുധവാഹകരല്ല ഒരു ക്രിസ്ത്യാനി. ഇനി അവന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ ധനം, മഹത്വം, ശക്തി, സ്വാധീനം അല്ലെങ്കിൽ സാമർഥ്യം, ലൗകികമായ കഴിവുകൾ എന്നിവ ഉപയോഗിക്കുന്നില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള മാർഗങ്ങളാണ് അവൻ ഉപയോഗിക്കേണ്ടത്. എന്തൊക്കെയാണ് പ്രിയമുള്ളവരെ ശക്തിയുള്ള ആയുധങ്ങൾ? അത് ദൈവത്തിലുള്ള വിശ്വാസം, ശക്തമായ പ്രാർത്ഥന, ക്രിസ്തുവിനുള്ള അനുസരണം, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക, മാതൃകാ ജീവിതം. അപ്രകാരമുള്ള ജീവിത സാക്ഷ്യം യേശുക്രിസ്തുവിന് യഥാർത്ഥ പടയാളിയായ ഒരു വ്യക്തിയെ ആത്മീക പോർക്കളത്തിൽ എത്ര വലിയ കോട്ടകൾ അവന്റെ മുമ്പിൽ ഉണ്ടായാലും അതിനെ പൊളിക്കുവാൻ, അതിനെ ഇല്ലാതാക്കുവാൻ, അതിനെ
തന്നെ നശിപ്പിക്കുവാൻ ദൈവികമായ ആയുധങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് കോട്ടകൾ എത്ര ഉയരട്ടെ, അവയെ ഇടിക്കുന്ന ദൈവകൃപയുടെ വ്യാപാര ശക്തി നിങ്ങളിൽ കൂടി വെളിപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ വചനങ്ങൾ വിശ്വസിക്കാം. ആത്മീയ ജീവിതം അത് വിജയകരമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു.